സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വിജയത്തുടക്കം 1-3 ഗോളുകൾക്ക് പഞ്ചാബിനെ തോൽപ്പിച്ചു. മുഹമ്മദ് അജ്സൽ ഇരട്ട ഗോൾ നേടി. മനോജിന്റെ വകയായിരുന്നു മറ്റൊരു ഗോൾ. മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകാനുണ്ട്. മഹേഷ്, കേരളത്തിന് വിജയത്തുടക്കം അല്ലേ? വർഷ കേരളത്തിന് വിജയത്തുടക്കം എന്ന് പറയുമ്പോൾ തന്നെ പിന്നിൽ നിന്ന് ശേഷമാണ്. ഒരു ഗോളിന് പിന്നിലായിരുന്നു കേരളം ആദ്യ പകുതിയിൽ. പക്ഷേ രണ്ടാമത്തെ പകുതിയിൽ കളി ആകെ മാറുന്നതാണ് കാണുന്നത്. 55-ാം മിനിറ്റിൽ സന്ദീപിന്റെ ഒരു കോർണർ കിക്കിൽ മനോജ് മനോഹരമായൊരു ഹെഡറിലൂടെ കേരളത്തിന്റെ സമനില ഗോൾ നേടി. അതിനുശേഷം 58-ാം മിനിറ്റിൽ മുഹമ്മദ് അജ്സലിന്റെ ഒരു ഗോൾ. ആ ഗോളിന് വഴിയൊരുക്കിയത് രണ്ടാം പകുതിയിൽ ഇറങ്ങിയ മുഹമ്മദ് സിനാനായിരുന്നു. ഒപ്പം തന്നെ 62-ാം മിനിറ്റിൽ വീണ്ടും ഒരു ഗോൾ കൂടി വന്നു. അത് ഷിജിൻ നേരെ ഗോൾ കീപ്പറുടെ മുന്നിലേക്ക് അടിക്കുന്നു. അത് ഗോളിയുടെ ദേഹത്ത് തട്ടി നേരെ മുഹമ്മദ് അജ്സലിന്റെ കാലുകളിലേക്ക് വരുന്നു. അങ്ങനെ അജ്സൽ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഗോളും നേടുന്നു. ഇരട്ട ഗോളുകൾ നേടിയ അജ്സലാണ് ഏറ്റവും മികച്ച രീതിയിൽ ഒരു കളി പുറത്തെടുത്തത്. ഒപ്പം തന്നെ രണ്ടാം പകുതിയിൽ കേരളത്തിനായി കളത്തിലിറങ്ങിയ പി ഷിജിനും ഒപ്പം തന്നെ മുഹമ്മദ് സിനാനും കേരളത്തിന് വലിയ കരുത്ത് പകർന്നു. ഒപ്പം തന്നെ മധ്യനിരയിൽ അർജുൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രകടനവും ഇന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഗോൾ കീപ്പർ അൽകേഷിന്റെ പ്രകടനവും ഇന്ന് ശ്രദ്ധേയമായി. എന്തായാലും പഞ്ചാബ് വളരെ കരുത്തരായ ടീമാണ്. പഞ്ചാബിനെ മുട്ടുകുത്തിച്ച് കേരളം വിജയത്തോടെ തുടങ്ങിയിരിക്കുന്നു. ആദ്യ കളിയായിരുന്നു. 1-3 ഗോളുകൾക്കാണ് കേരളത്തിന്റെ ജയം. ഇനിയിപ്പോൾ 24-ാം തീയതി റെയിൽവേസുമായാണ് കേരളത്തിന്റെ അടുത്ത കളി. വർഷ